കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. പ്രവിശ്യയ്ക്ക് ബേൺ ഐസിയുവിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്ന ആശ്വാസകരമായ വിവരവും വരുന്നുണ്ട്. ദീപക് ധർമ്മടമാണ് ചേരുന്നത് വിവരങ്ങളും. ഹലോ ദീപക്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ആലപ്പി പുന്നമടക്കായൽ. ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. വളരെ ആവേശം പകരുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇതെല്ലാ തവണയും. ഓക്കെ, താങ്ക് യു. പറയൂ ദീപക് ധർമ്മടം. ആവേശത്തോടെ യാത്ര തുടരട്ടെ. അക്രമത്തിനും ലഹരിക്കും എതിരാണ് നമ്മുടെ യാത്ര. പക്ഷേ അക്രമത്തിന്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ലഹരി പിടിക്കുന്ന വാർത്തകളും വരുന്നു. അതിലൊടുവിലത്തെ സംഭവമാണ് ചെറുവണ്ണൂരിൽ മുൻ ഭർത്താവ് പ്രശാന്ത് പ്രവിശ്യയെ ആശുപത്രിയിൽ കഴിയുമ്പോൾ അവർ ദേഹാസ്വസ്ഥയെ തുടർന്ന് കണ്ണൂരിലെ ജോലിയിൽ നിന്നും അവധിയെടുത്ത് ചെറുവണ്ണൂരിൽ സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ സമയത്താണ് ആസിഡ് ആക്രമണം നടത്തിയത്. ഇപ്പോഴും അപകടനില തരണം ചെയ്തു എന്ന് പറയാമെന്നും ആശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം. അവരുടെ ദേഹം മുഴുവൻ പൊള്ളലേറ്റ നിലയിലാണ്. ഇപ്പോൾ ബേൺ ഐസിയുവിൽ അവർ കഴിയുന്നു. പോലീസ് ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. SKN ഒരു കാര്യം, GK ഒരു കാര്യം, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ നടപടികൾ പെട്ടെന്നുണ്ടാകുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും. ഇന്നലെ മേപ്പയ്യൂരിൽ വെച്ച് പ്രശാന്തിനെ, ഈ മുൻ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മാത്രവുമല്ല, നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ പ്രശാന്ത് 7 വർഷം മുൻപും ഈ പ്രവിശ്യയെയും കുഞ്ഞിനെയും ആക്രമിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു അക്രമകാരി തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി നമുക്ക് പൊടുന്നനെ അറസ്റ്റും മറ്റു നടപടികളിലേക്കും കടന്നു. ഇനി പ്രവിശ്യയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടി. ഏതായാലും വധശ്രമത്തിന് കേസെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്നത്. SKN GK സ്മിത. താങ്ക് യു ദീപക് ധർമ്മടം.